ഹായ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് നോക്കാനുള്ള കറണ്ട് അഫെയർ എന്ന് പറയുന്നത് നവംബർ 21 നോക്കിയാലോ നമുക്ക്. ലോക മത്സ്യബന്ധന ദിനം നവംബർ 21. ലോക മത്സ്യബന്ധന ദിനം എന്നാണ് നവംബർ 21. അപ്പൊ നവംബർ 21ന്റെ പ്രത്യേകത എന്താണ്? ലോക മത്സ്യബന്ധന ദിനമാണ്. 2025 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത്? തേജസ്. 2025 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത് എന്ന് ചോദിച്ചാൽ തേജസ് ആണ്. കിട്ടിയല്ലോ. 2025 നവംബറിൽ 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം കണ്ടെത്തിയ രാജ്യം മഡഗാസ്കർ. 2025 നവംബറിൽ 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം കണ്ടെത്തിയ രാജ്യം എന്ന് പറയുന്നത് മഡഗാസ്കർ ആണ്. 2025 നവംബറിൽ 5.7 റിക്ടർ സ്കെയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശ്. എങ്ങനെയാണ്? 2025 നവംബറിൽ 5.7 റിക്ടർ സ്കെയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം എന്ന് പറയുന്നത് ബംഗ്ലാദേശ് ആണ്. ഇനി 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വേദി ഗ്രേറ്റർ നോയിഡ. എന്താണ്? 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വേദി എന്ന് പറയുന്നത് ഗ്രേറ്റർ നോയിഡയാണ്. അപ്പൊ നമുക്ക് ഈ പേജ് ഒന്നുകൂടെ നോക്കാം. ലോക മത്സ്യബന്ധന ദിനം നവംബർ 21. 2025 നവംബറിൽ ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ച ഏത് യുദ്ധവിമാനമാണ് ദുബായ് എയർ ഷോയിൽ തകർന്നു വീണത്? തേജസ് ആണ്. 2025 നവംബറിൽ 300 കിലോഗ്രാം ഭാരമുള്ള ഭീമൻ മരതകം കണ്ടെത്തിയ രാജ്യം മഡഗാസ്കർ ആണ്. 2025 നവംബറിൽ 5.7 റിക്ടർ സ്കെയിൽ തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമുണ്ടായ ഇന്ത്യയുടെ അയൽ രാജ്യം ബംഗ്ലാദേശ് ആണ്. 2025 ലോക ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പ് ഫൈനൽ വേദി ഗ്രേറ്റർ നോയിഡയാണ്. അടുത്തത്, DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി അറിയപ്പെടുന്നത് ബിർസ 101 ആണ്. DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി എന്ന് പറയുന്നത്. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് എവിടെയാണ്? തിരുവനന്തപുരമാണ്. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് തിരുവനന്തപുരം. ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ടെസ്ല മോട്ടോഴ്സ് പ്ലാന്റ് നിലവിൽ വരുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാം. ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ടെസ്ല മോട്ടോഴ്സ് പ്ലാന്റ് നിലവിൽ വരുന്നത് ഹരിയാനയിലെ ഗുരുഗ്രാം ആണ്. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് എന്ത് ചെയ്തത്? ഇത് ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ടെസ്ല മോട്ടോഴ്സ് പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുരുഗ്രാം, ഹരിയാന. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി TRAI അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ്. അപ്പോൾ സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി TRAI അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് 1600 ആണ്. സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായിട്ട് TRAI അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് എന്ന് പറയുന്നത്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. ഓക്കെ, അപ്പൊ ഈ ഒരു പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പിയാണ് ബിർസ 101. അപ്പൊ DNA-യിൽ മാറ്റം വരുത്തി അരിവാൾ രോഗം പ്രതിരോധിക്കാൻ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച ജീൻ തെറാപ്പി ബിർസ 101. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. കേരളത്തിൽ മെറിഡിയൻ ടെക് പാർക്ക് IT സമുച്ചയം നിലവിൽ വരുന്നത് തിരുവനന്തപുരമാണ്. ഇന്ത്യയിലെ
ആദ്യത്തെ ഓൾ ഇൻ വൺ ടെസ്ല മോട്ടോഴ്സ് പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുരുഗ്രാം ഹരിയാന. ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ടെസ്ല മോട്ടോഴ്സ് പ്ലാന്റ് നിലവിൽ വരുന്നത് ഗുരുഗ്രാം ഹരിയാന. ഹരിയാന മുഖ്യമന്ത്രി നയാബ് സിംഗ് സൈനിയാണ് ഉദ്ഘാടനം ചെയ്തത്. അപ്പം ഹരിയാനയുടെ മുഖ്യമന്ത്രി ആരാണ്? നയാബ് സിംഗ് സൈനി. നയാബ് സിംഗ് സൈനിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ഓക്കെ, ഇനി സാമ്പത്തിക തട്ടിപ്പുകൾ തടയാൻ ബാങ്കുകൾ ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കായി TRAI അവതരിപ്പിച്ച പ്രത്യേക നമ്പർ സീരീസ് 1600 ആണ്. ഇനി 2025 നവംബറിൽ ഇന്ത്യക്കാർക്കുള്ള വിസ രഹിത പ്രവേശനം അവസാനിപ്പിച്ച രാജ്യം ഇറാനാണ്. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ഏത്? ടനിഞ്ചിയ സൈലാസി. എന്താണ്? ടനിഞ്ചിയ സൈലാസി. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ടെനിഞ്ചിയ സൈലാസി എന്ന് പറയുന്നത്. 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖമാണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി 28 പദ്ധതി അവതരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് 28 പദ്ധതി അവതരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ്. കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായി വികസിപ്പിച്ച ആപ്പാണ് ഈ സാക്ഷ്യ ആപ്പ്. കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായിട്ട് വികസിപ്പിച്ച ആപ്പ് അതാണ് ഈ സാക്ഷ്യ ആപ്പ് എന്ന് പറയുന്നത്. ഈ സാക്ഷ്യ ആപ്പ് കേട്ടോ. ഇനി കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായി ആരംഭിച്ച ആപ്പാണ് ഈ കാസ്പ് ഹെൽത്ത്. KASP ഹെൽത്ത്. ഓക്കെ, കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായിട്ട് ആരംഭിച്ച ആപ്പാണ് കാസ്പ് ഹെൽത്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം. ഒന്നുകൂടെ ഉണ്ട് കേട്ടോ. ഈ പേജ് ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക്. അടുത്തിടെ കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർ അറബിക്കടലിൽ കണ്ടെത്തിയ പുതിയ ഇനം നീരാളി കൂന്തലാണ് ടെനിഞ്ചിയ സൈലാസി. അപ്പൊ ടെനിഞ്ചിയ സൈലാസി എന്താണെന്ന് ചോദിച്ചാല് നീരാളി കൂന്തലാണ് കേട്ടോ, ടെനിഞ്ചിയ സൈലാസി. അതും കൂടെ ഒന്ന് ക്വസ്റ്റ്യൻ എങ്ങനെയും വരാം കേട്ടോ. ഓക്കെ, ഇനി 2025 നവംബറിൽ ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി ലഭിച്ച കേരളത്തിലെ തുറമുഖം വിഴിഞ്ഞം തുറമുഖം. എന്ത് പദവിയാണ് ലഭിച്ചിട്ടുള്ളത്? ഇമിഗ്രേഷൻ ചെക്ക് പോസ്റ്റ് പദവി. ഓക്കെ, ഇനി റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് 28 പദ്ധതി അവതരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ്. 28 പദ്ധതി അവതരിപ്പിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനായിട്ട്. അവതരിപ്പിച്ചത് ഡൊണാൾഡ് ട്രംപ് ആണ്. ഇനി കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായിട്ട് വികസിപ്പിച്ച ആപ്പാണ് ഈ സാക്ഷ്യ ആപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ഈ സാക്ഷ്യ ആപ്പിന്റെ ഉപയോഗം എന്താണ്? കേസന്വേഷണ ഘട്ടത്തിലും വിചാരണ വേളയിലും പോലീസിനെയും കോടതിയെയും സഹായിക്കാനായിട്ട് വികസിപ്പിച്ച ആപ്പാണ് ഈ സാക്ഷ്യ ആപ്പ്. കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഗുണഭോക്താക്കൾക്കായിട്ട് ആരംഭിച്ച ആപ്പാണ് എന്തെന്ന് പറയുന്നത്? കാസ്പ് ഹെൽത്ത്. KASP ട്ടോ, കാസ്പ് ഹെൽത്ത് എന്ന് പറയുന്നത്. അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമങ്ങൾ ഏതൊക്കെ എന്നുള്ളതാണ്. ദി കോഡ് ഓൺ വേജസ് 2019. ദി കോഡ് ഓൺ വേജസ് 2019. സാമൂഹ്യ സുരക്ഷാ നിയമം 2020. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020. ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നോക്കാം. അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമങ്ങളാണ് ദി കോഡ് ഓൺ വേജസ് 2019. ദി കോഡ് ഓൺ വേജസ് 2019. സാമൂഹ്യ സുരക്ഷാ നിയമം 2020. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020. ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020. ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഓക്കെ, കിട്ടിയല്ലോ.
ഇനി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് BR ഗവായിയാണ്. നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷൻ ജസ്റ്റിസ് BR ഗവായിയാണ്. അപ്പോ ഒന്നുകൂടെ നോക്കി നോക്കാം നമുക്ക്. അടുത്തിടെ കേന്ദ്ര സർക്കാർ പാസാക്കിയ തൊഴിൽ നിയമങ്ങളാണ്. ഒന്ന് ദി കോഡ് ഓൺ വേജസ് 2019, സാമൂഹ്യ സുരക്ഷാ നിയമം 2020, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ് 2020, അതുപോലെ ഒക്കുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020. ഒക്കെയാണല്ലോ. ഇനി നിയമസഭ പാസാക്കുന്ന ബില്ലുകളിൽ ഒപ്പിടാൻ രാഷ്ട്രപതിക്കും ഗവർണർക്കും സമയപരിധി നിശ്ചയിക്കാനാകില്ലെന്ന് ഉത്തരവിട്ട 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ അധ്യക്ഷനാണ് ജസ്റ്റിസ് BR ഗവായ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ്, ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് കറണ്ട് അഫയേഴ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ലക്ഷ്യം തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഇത് കൃത്യമായിട്ട് പഠിച്ചിട്ട് വേണം പോൾ എക്സാം 11:30 പോയിട്ട് അവിടെ അറ്റൻഡ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ശരി, താങ്ക് യു.